ഒരു ലൈവ് നടത്താമെന്നായിരുന്നു വിചാരിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവൻ പറഞ്ഞ് ഇതുപോലൊരു വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് എന്നാൽ അത് പറഞ്ഞേക്കാന്ന് വെച്ചു. അല്ല പേടിക്കണ്ട, ഇത് ഇവൻ ലൈവ് ഇടാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എപ്പോഴും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതിപ്പം പറഞ്ഞ് സത്യം പറഞ്ഞ് ഇത് കണക്ട് ചെയ്തപ്പം കേൾക്കാത്തപ്പം കരുതി കേട്ടോ ഇത് അടിച്ചു പോയെന്ന്. പക്ഷേ കേട്ട് ഞാൻ മടുത്തു. പോക്കണ്ടേ പിടിച്ചാ കിട്ടുമെന്ന് തോന്നുന്നില്ല. വെൽക്കം ബാക്ക് ടു another വീഡിയോ യു വാച്ചിങ് k4tech. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അളിയ പറയടാ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെ കുറേ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 1K എത്താൻ വേണ്ടി നമ്മളിങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ 2 ദിവസം ഉള്ളിൽ 1K ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് 1K ഈ കമ്മ്യൂണിറ്റി ടാബ് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു, ഒരു ലൈവ് നടത്താമെന്നായിരുന്നു വിചാരിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവൻ പറഞ്ഞ് ഇതുപോലൊരു വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് എന്നാൽ അത് പറഞ്ഞേക്കാന്ന് വെച്ചു. അല്ല പേടിക്കണ്ട, ഇത് ഇവൻ ലൈവ് ഇടാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എപ്പോഴും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതിപ്പം പറഞ്ഞ് ചിലപ്പോൾ മൂഡ് തോന്നിയാൽ നാളെ തന്നെ വേണം എഡിറ്റ് ചെയ്തിടും, അല്ലെങ്കിൽ ലേറ്റ് ആകും. അതാണ് മെയിൻ വിഷയം. 2 വീഡിയോ ഇപ്പോഴും ചെയ്യാൻ കിടപ്പുണ്ട്, അത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എനിക്കൊരു ഒരു ഗുമ്മ കിട്ടുന്നില്ല ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് 1K എത്തിച്ചതിൽ. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമുക്ക് ടാർഗറ്റ് വരുന്നത് എന്താ 5K അല്ലെങ്കിൽ 10K ഏതെങ്കിലും കൊണ്ട് എത്തിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനിയും വേറെന്ത് പറയാനുള്ളത്? വേറെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഹോം തിയേറ്ററിൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം ഹോം തിയേറ്റർ ഒന്നും വരാം, ഒരു ആംപ്ലിഫയർ എന്തായാലും നമുക്ക് ഒരു ഇപ്പം വീട്ടുകാരുടെ തലയിൽ നിൽക്കുമല്ലേ. അപ്പോൾ അവരെ കൊണ്ട് ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഇപ്പോൾ ജോലി മേടിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു പക്ക ഒരു 5.1 ഒരു ഡോൾബി ആമ്പ്, ഒന്നി 5.1 അല്ലെങ്കിൽ 9.1 എന്തെങ്കിലും ഒരു ഡോൾബി ആമ്പ് ഞാൻ ബിൽഡ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പം ചെറിയൊരു ആമ്പ് ബിൽഡ് ചെയ്ത് ഒരു 100 വാട്ട്സിൻ്റെ ഇപ്പോൾ ഒരു ആമ്പിൻ്റെ സർക്യൂട്ട് ഇപ്പം ബിൽഡ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതെങ്ങനെ ചെയ്തതെന്നൊക്കെയുള്ള കാണിക്കാനുള്ള വീഡിയോ ആണ്. അപ്പം ഇത് ചെയ്തതെന്ന് വെച്ചാൽ 1-2 പേര് ചോദിച്ചു ആമ്പ് ബിൽഡ് ചെയ്യും അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ. അപ്പം അവർക്ക് വേണ്ടി ജസ്റ്റ് ഇടുന്നത്. കാരണം ഇത് എന്തായാലും നമുക്കൊരു 600 രൂപ 500 രൂപ ആ റേഞ്ചിൻ്റെ താഴെ ബിൽഡ് ചെയ്യാൻ ഒക്കെന്ന് പറഞ്ഞാൽ സീറോ ബജറ്റ് ആണെന്ന് പറഞ്ഞ് തമ്മിലൊക്കെ ഇട്ടാലും കയറി കാണല്. കാരണം ഞാൻ 1-2 വീഡിയോ എടുത്ത് കണ്ട അവന്മാർ സീറോ ബജറ്റ് ആമ്പ് ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അതേ അവന്മാരോട് ഒന്ന് ചോദിക്കാനുള്ളൂ, ബൂഫർ എവിടുന്ന് മേടിക്കും, ഇതിൻ്റെ അകത്ത് സ്പെക്കൊക്കെ എവിടുന്ന് മേടിക്കും, ഇതിൻ്റെ അകത്ത് ചെറിയ സർക്യൂട്ട് ബോർഡ് സാധനം എവിടുന്ന് മേടിക്കും, ഇത് കാശ് കൊടുക്കണ്ടേ. അപ്പോൾ സീറോ ബജറ്റ് അല്ല, എന്തായാലും ഒരു 500 രൂപയുടെ അകത്ത് നിൽക്കും. പിന്നെ അവർ 100 വോൾട്സിൻ്റെ ഒരു സബ് ബൂഫറാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 100 വേണമെങ്കിൽ 900 രൂപ, ഒരു 800 രൂപ ആ റേഞ്ച് ആവും നല്ല ഒരെണ്ണം വേണമെങ്കിൽ. നമ്മളിപ്പോൾ എടുത്തേക്കിന് ഒരു 20 വോൾട്ടിൻ്റെ 6 ഇഞ്ചിൻ്റെ ഒരു സബ് ബൂഫർ എന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ എന്നാ ഹോം തിയേറ്ററിൻ്റെ അകത്തൊക്കെ വരത്തില്ല ബൂഫർ, ആ ഐറ്റം തന്നെ ഇപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം, ഇത് 100 വോട്ട്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് 100 വോട്ട്സിൻ്റെ സബ് ബൂഫർ വെച്ചാൽ നമുക്ക് പക്ക ക്വാളിറ്റി കിട്ടത്തുള്ളൂ. ഞാൻ ഇപ്പം വെച്ചെങ്കിൽ എനിക്ക് സാധനമില്ല, പിന്നെ എൻ്റെ അത്രയും ഫണ്ടും പൊട്ടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം 20 വാട്ട്സിൻ്റെ കിട്ടിയുള്ളൂ. അതിൻ്റെ വില ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ കിളി അങ്ങ് പോയി. അതും അതിൻ്റെ ബോക്സും എല്ലാം കൂടെ വെക്കാൻ എന്തായാലും സാധനം വേണമല്ലോ, സ്പീക്കർ മാത്രം മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് മേടിച്ചത്. നിങ്ങളെന്തായാലും ചെയ്യുമ്പോൾ മാക്സിമം ഒരു 100 വോട്ട്സിൻ്റെ ഒരു സബ് ബൂഫറും അതിൻ്റെ ഒരു ബോക്സ് മേടിക്കണം, അല്ലാതെ എന്നെക്കൂട്ട് സ്പീക്കർ മാത്രം മേടിച്ചുകൊണ്ട് വരില്ല. ഞാൻ ഇത് പിന്നെ ഒരു പഴയ ഒരു ആക്രക്കടയിൽ നിന്ന് വല്ലപ്പോൾ ഒരു സബ് എന്നാ ഹോം തിയേറ്ററിൻ്റെ ഒരു പെട്ടി കിട്ടിയാൽ മതി, അതിൻ്റെ അകത്ത് സാധനം കയറ്റാമെന്ന് കരുതി ആ ഒരു മൈൻഡിലിരിക്കുക. അപ്പം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പം ഏകദേശം നമ്മുടെ വാച്ച് ടൈമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം വാച്ച് ടൈം ഇപ്പം നമുക്ക് 1 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി 3 മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഒരു നല്ല ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് കാണുന്നത് മാത്രം പോരാ, നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ലോണം ബൂസ്റ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്ക് കൂടെ ഈ വീഡിയോ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനി 3 മണിക്കൂറിൻ്റെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാറുണ്ട്. വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എന്നാണോ കിട്ടുന്നത് അന്ന് നമ്മളൊരു ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പേയ്മെൻറ്റിന് നിങ്ങൾക്ക് എന്തായാലും നല്ല കിട്ടുന്ന ഒരു ഗിവ് അവേ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല, കറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ചെയ്യാൻ ഇതൊക്കെയാണ് വേണ്ടത്. ഫസ്റ്റിൽ തന്നെ നമുക്കൊരു 150K ഓമിൻ്റെ ഒരു റെസിസ്റ്റർ, പിന്നെ കപ്പാസിറ്റർ, പിന്നെ ട്രാൻസിസ്റ്റർ രണ്ട് ടൈപ്പിലേ വേണ്ട. ഒന്ന് 122ഉം ഒന്ന് 127ഉം. പിന്നെ ഹീറ്റ് സിങ്ക് മാക്സിമം നിങ്ങൾ ചോദിച്ച് മേടിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, വീട്ടിൽ പഴയ എന്തെങ്കിലും സർക്യൂട്ട് ബോർഡോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് എന്തായാലും തീർച്ചയായിട്ടും ഹീറ്റ് സിങ്ക് കാണും. അത് ഇല്ലെങ്കിൽ ബൈ ചാൻസ് വല്ലതും എവിടെയെങ്കിലും കിട്ടാൻ ഒപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ ഒപ്പിക്കുക. കാരണം വെറുതെ എന്തിനാ കാശ് കളയേണ്ട കാര്യമില്ല. ഇതൊക്കെ മിക്കവാറും എല്ലാത്തിലും കാണുന്ന ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സർക്യൂട്ട് ബോർഡിലും എല്ലാം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചേക്കുന്ന 122ഉം പിന്നെ ലെഫ്റ്റ് സൈഡിൽ വെച്ചേക്കുന്ന 127ഉം. അത് നമ്മൾ
ഇത് വെക്കുന്ന ടൈമിലുള്ള വീഡിയോയും ഫുട്ടേജും ഒന്നും ഇല്ല. ഞാനതാ പിന്നെ രണ്ടാമത് ചെയ്യാൻ വയ്യ, ഞാനതാ പിന്നെ കാണിക്കാതെ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോപ്പർ വയർ. അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ SMBSൻ്റെ അകത്തെയാണ്. അതിൻ്റെ അകത്ത് എന്തിൻ്റെയോ വയറാണ്, എനിക്ക് കറക്റ്റ് തിട്ടമില്ല എന്തിൻ്റെ ആയിരുന്നെന്ന്. അപ്പം മാക്സിമം നിങ്ങൾ ഒന്നിനും അല്ലാത്ത വയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കനം കുറഞ്ഞ കോപ്പർ കമ്പിയുണ്ട് അത് യൂസ് ചെയ്യുള്ളൂ. ഇത് സ്വല്പം തിക്ക, അതുകൊണ്ട് നമുക്ക് സർക്യൂട്ടിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ സർക്യൂട്ട് കൊടുക്കാൻ നേരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ വയറിനെക്കാട്ടി എപ്പോഴും ബെറ്റർ ഇത് തന്നെ ആയിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങോട്ടൊക്കെ കണക്ഷൻ പോയിരിക്കുന്നതെന്ന്. പിന്നെ സെക്കൻഡ്, നിങ്ങളിത് ചെയ്യാൻ നേരം മാക്സിമം കൈ കൊണ്ട് ഇതിലൊന്നും പിടിക്കരുത്. കാരണം കോപ്പറൊക്കെ നല്ല ടക്കേന്ന് പറഞ്ഞ് ചൂട് കയറി ഇങ്ങ് വരും. അപ്പം നല്ലവണ്ണം പൊള്ളിക്കരിഞ്ഞ് അവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. മാക്സിമം അത് പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അത് മാക്സിമം അതിന് എങ്ങനെയാണ് കടയിൽ 30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അത് നോക്കുക, അതുണ്ടെങ്കിൽ അത് മേടിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക അതിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ചെന്ന് കൈ കൊണ്ട് പിടിക്കല്, അവിടെ പൊള്ളി അടിച്ചിരിക്കും, നല്ല ചൂടായിരിക്കും. കാരണം പെട്ടെന്ന് ഇത് ഹീറ്റ് പാസ് ചെയ്യുന്നത്. സോ ഒന്ന് കെയർഫുള്ളായിട്ട് ഇരുന്നേക്കണം. പിന്നെ നമ്മൾ ഈ കപ്പാസിറ്റർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാത്തവർ കേട്ട് വിഷയമൊന്നുമില്ല. ഇത് ഇപ്പം ഞാൻ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. കാരണം കപ്പാസിറ്ററിൻ്റെ ആ ഒരു സൈഡിൽ ഒരു ലൈൻ വരുന്നുണ്ട്, അത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ലൈനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വെക്കാൻ, ആ ലൈനും എല്ലാം നോക്കി. ഇവിടെയെല്ലാം ഞാൻ കോപ്പർ കമ്പി യൂസ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് ഒത്തിരി വയറായി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിഷയം, കാരണം എല്ലാം കൂടെ പ്രാന്ത് പിടിക്കുക. അല്ലെങ്കിൽ കളർ കോഡ് വെച്ചുള്ള വയർ മേടിക്കണം. ഇതതിന് നമ്മൾ പോയില്ല, ഇവിടെ കോപ്പർ കമ്പി ഇരിക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിനൊന്നും പോകാൻ. പിന്നെ ഈ കണക്ഷൻ കൊടുക്കാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഇതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ബോർഡേ മേടിച്ച് ചെയ്യണമായിരുന്നു. എന്തായാലും നമ്മൾ സെറ്റാക്കിയില്ല. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓഡിയോ ജാക്ക് അത് കണക്ട് ചെയ്തത് കിട്ടുമെന്ന് വെച്ചാൽ പിന്നേന്ന് തന്നെ വയർ വരുന്നുണ്ട്. നമ്മളിതിപ്പോൾ എന്തായാലും നമ്മൾ ടെക്കീസ് അല്ലേ, നമ്മളിപ്പോൾ എന്തായാലും അങ്ങനെ മേടിക്കാൻ പോകുന്നില്ല. നമ്മൾ എൻ്റെ ഒരു പഴയ ഒരു ഓഡിയോ ജാക്കിൻ്റെ പിന്നെ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പം 2 വയർ കണക്ട് ചെയ്തത്. പിന്നെ നമ്മൾ സ്പീക്കറിലോട്ട് ഡയറക്റ്റ് ഒരു 12 വോൾട്ടിൻ്റെ ഒരു പോസിറ്റീവ് കൊടുക്കുന്നത്, ഡയറക്റ്റ് പവറിൻ്റെ ഒരു കേബിൾ കൊടുത്തിട്ട് മറ്റേ കേബിൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് 127ൻ്റെ കളക്ടറിലോട്ടായിരിക്കും കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഡൗട്ട് വരും, എനിക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിൻ്റെ 127ൻ്റെ എമിറ്ററിൽ നിന്ന് വരുന്നത് നമുക്ക് പവർ സോഴ്സിലോട്ട് തന്നെ കിട്ടും. കാരണം നമ്മൾ മറ്റേത് DC നിന്ന് വരുന്ന ഒരു കേബിൾ ഓൾറെഡി നമ്മൾ സ്പീക്കറിലോട്ട് കണക്ട് ചെയ്ത് മറ്റേ കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ള മറ്റേ പോയിൻ്റ് അവിടെ ഇട്ടേക്കുന്നത്. അത് 2 എണ്ണം പവർ കണക്ട് ചെയ്യാനും റെഡും ഗ്രീനും നമ്മുടെ ഓഡിയോ ജാക്കിൻ്റെ. പിന്നെ ഇത് ചെയ്യുമ്പം ഇച്ചിരി പെതുക്കൊക്കെ ചെയ്താൽ മതി കേട്ടോ, വെപ്രാളം പിടിച്ചൊന്നും ചെയ്യേണ്ട. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു പോയല്ലോ. പിന്നെ എനിക്ക് നല്ല കിടിലം കൈവറപ്പാണ്, അതുകൊണ്ട് ഇച്ചിരി ലാഗ് വന്നിട്ടുണ്ടോ എനിക്ക് ഡൗട്ട്. കാരണം പണ്ടത്തെ കൂട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല, പിന്നെ കൈയൊക്കെ നല്ല പുട്ട് പോലെ കിടന്ന് വിറയ്ക്കും, അതുകൊണ്ട് അങ്ങോട്ട് ഇച്ചിരി പാട്. പിന്നെ സോൾഡറിങ്ങും അതിൻ്റെ വെടി തീരാറായെന്ന് തോന്നുന്നു, കറക്റ്റ് ഹീറ്റൊന്നും കയറി വരുന്നില്ല, കുറച്ച് വിഷയം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. നിങ്ങൾ മാക്സിമം നോക്കി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ എന്തായാലും വലിയ ഡാമേജ് ഒന്നും വരത്തില്ല. എന്തെങ്കിലുമൊക്കെ അതിൽ കുഞ്ഞു കുഞ്ഞു സാധനം അടിച്ചു പോകുന്നേ ഉള്ളൂ. ലൈറ്റ് കുറവാ, അത് ഇഷ്യൂ. ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഫോണൊന്നും കാണുന്ന പോലും ഇല്ല. ഫോണിനകത്ത് ഡിസ്പ്ലേ അല്ല, അപ്പുച്ചേട്ടനെ കാണുന്നത്. കാണാം അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടിക്കോ ഫോണിന്റെ. സത്യം പറഞ്ഞാൽ ഇത് കണക്ട് ചെയ്തപ്പം കേൾക്കാത്തപ്പം കരുതി കേട്ടോ ഇത് അടിച്ചു പോയെന്ന്, പക്ഷെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. അടിച്ചു പോയോ? കാണിച്ചു കൊടുക്കും.
കുറച്ച് വെള്ളം വേറെ പാട്ട് ഏതാണ്ട് ഇവന്മാരെ ബാസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞു. അതാ ഇപ്പോൾ പറഞ്ഞു കൊടുത്തു. അല്ലാതെ ഫുള്ളും കുറയ്ക്കാൻ കൂട്ടുകയും ചെയ്തു. അല്ല until I broke the walls my love destroyed. Hold me close till I get up. പിന്നെ ഇതിൻ്റെ അകത്തൊരു വിഷയം വരുന്നതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ വോയിസിൽ അങ്ങോട്ട് ഇടാൻ നേരം കറക്റ്റ് ക്ലിയർ അല്ല ഇതിൻ്റെ അകത്ത് സൗണ്ട് വരുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒന്ന് നമ്മൾ ഈ 20 വാട്ട്സിൻ്റെ എടുത്തത് കൊണ്ടാണോ ഇനിയും എനിക്കെന്താണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും നോക്കിയിട്ട് ഞാൻ പറയാം. നിങ്ങളെന്തായാലും മാക്സിമം 100 വാട്ട്സിൻ്റെയാണ് നമുക്ക് വേണ്ട. 100 വാട്ട്സിൻ്റെ സാധനം കിട്ടുവാണെങ്കിൽ സ്പീക്കർ വെച്ച് നോക്ക്. എന്നിട്ട് ഫുൾ വോളിയത്തിൽ ഇട്ടിട്ട് നിങ്ങൾ എന്നോട് പറയാതെ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയാം. എനിക്ക് നമ്മുടെ ഈ സാധനമില്ല. നമ്മൾ പിന്നെ ഇവിടെ ഇപ്പം മാവേലിക്കരയൊക്കെ ഇച്ചിരി സീനാണ്, കൊറോണയൊക്കെ വെറുതെ എന്തിനെ വെളിയിലോട്ട് ഇറങ്ങി പണി മേടിക്കുന്നതിന് കരുതി ഞാൻ മേടിക്കാൻ പോയില്ല. നമ്മളിപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ. സോ നിങ്ങളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്കൊരു ഫിൽറ്റർ ബോർഡ് ഇത് സെറ്റ് ചെയ്യാം, അതേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബാസും ട്രബിളും കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ബോർഡ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി നിന്ന് പിന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാൻ കേട്ടോ. പിന്നെ ഇപ്പം ഒന്ന് പറയാൻ മറന്നു, നമ്മുടെ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ് പക്ക ആക്റ്റീവ്. കാരണം നമ്മുടെ കോളേജിലെ എല്ലാ ഗ്രൂപ്പിനെക്കാട്ടി ഇപ്പം നല്ല കിടലിനായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. പക്ക ആക്റ്റീവ് എന്ന് വെച്ചാൽ പക്ക ആക്റ്റീവ്. ഞാൻ ഒരിക്കലും കരുതില്ല. ഞാൻ ഇവനോട് ചോദിച്ചു, എടാ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങി ആരും വന്ന് എന്ത് ചോദിക്കാനാണ്. പക്ഷേ ഇപ്പം ബോട്ടിൻ്റെ കിടില ചന്നമ്മിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇപ്പോൾ ഓഫ് ആക്കിയിട്ട്, കാരണം ചന്നമ്മിന് പടപടയേന്ന് കുറേ പേര് വരുന്നുണ്ട്. പിന്നെ എന്തായാലും ആരും മടിയൊന്നും ഈ വട്ടം കരുതുന്നില്ലല്ലോ. കാരണം ചിലവരൊക്കെ വന്ന് ചോദിക്കാൻ ഓരോന്ന് മടിയുണ്ട്. കാരണം അറിയാത്തവർ പുത്തനായിട്ട് സാധനം മേടിക്കുന്നവർ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് തന്നെ ചിലപ്പം റിവ്യൂ കൊടുക്കാൻ ഒക്കാത്തതുകൊണ്ട് മേടിച്ചവർ തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാം ഉണ്ടോ നല്ല പക്ക സപ്പോർട്ട് തരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും എല്ലാം. അതുകൊണ്ട് സെറ്റാണ്. പിന്നെ ട്വിറ്ററിൽ ഞങ്ങൾ ഈയിടെ അക്കൗണ്ട് തുടങ്ങിയത്, അത് താഴെ ലിങ്ക് കൊടുക്കാം. ഞങ്ങൾ ട്വിറ്ററിലൊക്കെ ഉള്ളവരെയാണെങ്കിൽ കാര്യം ഒന്ന് സപ്പോർട്ട് ചെയ്യാക്കെ. ട്വിറ്റർ എനിക്ക് അതിൻ്റെ പണി അറിയത്തില്ല കേട്ടോ. എനിക്ക് ഒരു 2 അക്കൗണ്ട് ഉണ്ട്. ഒരെണ്ണം അന്ന് 10ലെങ്ങാണ്ട് പഠിച്ചപ്പോൾ എങ്ങാണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ട്, പിന്നെ ഈയിടെ മെനങ്ങാന്നെങ്ങാണ്ട് ഇവൻ പറഞ്ഞപ്പോൾ ഒന്ന് എടുത്തിട്ട്. അതിൻ്റെ എനിക്ക് പണി അറിയത്തില്ല. അതൊക്കെ ഇവനായിരിക്കും നോക്കുന്നത്. ഞാൻ ഏരിയയിലോട്ട് പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിലേക്കൂട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ടെക്സ്റ്റ് ചെയ്യുക. മെയിൻ ഒരു സംഭവം ഉണ്ട്, ഞങ്ങളുടെ 2 പേർ ഇൻസ്റ്റൽ ഐഡി താഴെ ശരി, അത് ഫോളോവേഴ്സും ഇല്ല, ഒന്നുമില്ല, അവിടെ ചത്തുകുത്തി കിടക്കുക. മ്യൂസിക്
പിന്നെ കാണണം കൈസ്, ഒരു വിഷമമുണ്ട്. ഈ പെമ്പിള്ളാരും എന്തൊരു ഫോട്ടോ ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടുപോലെ പടം അടയുന്ന ഈ ലൈക്ക് കയറും. നമ്മൾ ഒത്തിക്കിടന്ന് ഓരോന്ന് ചെയ്തിട്ട് ലൈക്കും വരുത്തില്ല. അയാളുടെ അളിയെ കൊള്ളാം, ഒരു കമൻറ്റും ഇല്ല. സപ്പോർട്ട് ചെയ്തേക്കണം, ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് യൂട്യൂബിലേക്ക് വിട്ട്. അപ്പം പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ചെയ്യുവാൻ മാക്സിമം ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന്. അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. ചെയ്യാൻ ഒത്തില്ലെങ്കിൽ പറ, നമ്മൾ ചെയ്തു തരാം. ഓട്ടോ പണി തന്നു, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഫണ്ട് എന്ന് വെച്ചാൽ ഒരു 10,500 ഇറക്കാനുണ്ടെങ്കിൽ നമുക്ക് നല്ല കിടലിന് ഒരു ആമ്പ് ബിൽഡ് ചെയ്യാം. ഒന്ന് 2.1 എന്നില്ലെങ്കിൽ 5.1. അത് ഞാൻ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഞാൻ പറയാം. താമസിക്കാതെ ഞാനൊന്നി അതിടും. പിന്നെ ഇവൻ പറഞ്ഞില്ലേ മുമ്പേ ഡിലേ ആയി, അത് ഒരു ഡ്രോണിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ എന്ത് വരുന്നു, വൈഫൈ ഹാക്ക് ചെയ്യുന്നത്. ഞാൻ നോക്കട്ടെ, എനിക്ക് ഒക്കുവാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും നമുക്ക്. അങ്ങനെ ചെയ്യിപ്പിക്കാം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിലേക്ക് കാണുന്നിടം വരെ തരാം.